നമസ്കാരം, കലിക പ്ലസിലേക്ക് സ്വാഗതം. സദാനന്ദ സിനിമാസിന്റെ ബാനറിൽ ഷാജി മാറാഞ്ചൽ, ലീലാകുമാരി, സജു വൈദ്യർ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് സന്തോഷ് മോഹൻ പാലോട് സംവിധാനം നിർവഹിച്ച് മലയാളത്തിലെ പ്രമുഖ നടീനടന്മാർ അഭിനയിച്ച പോലീസ് ഡേ എന്ന സിനിമയുടെ രണ്ടാം വാരാഘോഷം കടക്കൽ ശ്രീശൈലം സിനി ഹൗസിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. സിനിമയുടെ അണിയറ പ്രവർത്തകർ, വിശിഷ്ട അതിഥികൾ എന്നിവർ പങ്കെടുത്തു. വിദ്യാഘോഷമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി ജനങ്ങൾ നമ്മുടെ സിനിമയെ സ്വീകരിച്ചു. അതിന് നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ ആഘോഷത്തോടെ തുടങ്ങുകയാണ്. അതിന്റെ കേക്ക് മുറിപ്പ് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജു വൈദ്യർ. ഞാൻ ഇതിനകത്ത് ശരചന്ദ്രൻ എന്ന കഥാപാത്രത്താണ് ചെയ്തിരിക്കുന്നത്. ഒരു പോലീസ് ഓഫീസറാണ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും എൻ്റെ ഈ സിനിമ കാണണം. നമ്മളൊരു സൗഹൃദ കൂട്ടായ്മയിൽ ചെയ്ത പടമാണ്. നമ്മൾ 3 പേര്, അതായത് ഷാജി മാറഞ്ചൽ, ലീലാകുമാരി, ഞാൻ, സന്തോഷ് മോഹൻ, നമ്മളെല്ലാവരും കൂടെ ടീമായിട്ട് ചെയ്തൊരു സിനിമയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണം. എല്ലാവരും പടം കാണണം. എല്ലാവരുടെയും നല്ല കാഴ്ച. സന്തോഷ് മോഹൻ പാലോട് സദാനന്ദ സിനിമാസിന്റെ ബാനറിൽ ഞാൻ സംവിധാനം ചെയ്ത പോലീസ് ഡേ എന്ന സിനിമയുടെ വിജയാഘോഷമാണ് ഇന്നിവിടെ നടന്നത്. മനോജ് ഐജി കഥ എഴുതി ഞാൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടിനി ടോം, അൻസിബ ഹസൻ, നന്ദു, ഹരീഷ് കണാരൻ, ധർമ്മജൻ, നമ്മുടെ പ്രൊഡ്യൂസറായ സജു വൈദ്യര്, വേറൊരു പ്രൊഡ്യൂസറായ ജീവ, ഷാജി മാറഞ്ചൽ, ജീവ എന്ന കഥാപാത്രത്തെ ചെയ്തു. അങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ ഉൾക്കൊണ്ട ഒരു പോലീസ് കഥയാണ് ഇത്. ഈ കാലഘട്ടത്തിൽ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന വിഷയങ്ങൾ ഇതെല്ലാം കാലിക പ്രസക്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ നമുക്ക് ഈ സിനിമയോടെ കഴിഞ്ഞു. കാലാവസ്ഥ വളരെ മോശമായിരുന്നിട്ട് കൂടി നമ്മുടെ സിനിമ ജനങ്ങൾ ഏറ്റെടുത്തു. അതിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി തിയേറ്ററിൽ പോയി കാണാത്ത ആൾക്കാർ അത് തിയേറ്ററിൽ പോയി തന്നെ കണ്ട് ഇതിനെ ഒരു വൻ വിജയമാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് രമ്യ മനോജ്. പോലീസ് ഡേ എന്ന മൂവി വൻ വിജയമായി മുന്നോട്ട് കുതിക്കുന്നതിൽ സന്തോഷമുണ്ട്. പോലീസ് ഡേ എന്ന മൂവിയിൽ ഞാൻ വിദ്യ എന്ന സിവിൽ പോലീസ് ഓഫീസറായിട്ടാണ് ആ ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ഒരുപാട് സന്തോഷം ഈ വലിയ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിലും. അതുപോലെ ഒരുപാട് നന്ദി ശ്രീ ബഹുമാനപ്പെട്ട സന്തോഷ് സാർ, സജി സാർ, എല്ലാവരോടുമുള്ള സന്തോഷം കൂടെ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം. ഇനിയും മൂവി കാണാത്തവർ തീർച്ചയായും തിയേറ്ററിൽ പോയി തന്നെ മൂവി കാണണമെന്ന് അഭ്യർത്ഥിക്കുക കൂടെയാണ്. അതുപോലെ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ നല്ലൊരു മൂവി തന്നെയാണിത്. എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ഷാജി മാറഞ്ചൽ. ഞാൻ ഈ സിനിമയിൽ ജീവ എന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടെന്നാണ് പൊതുജന അഭിപ്രായം. അതുപോലെ ഈ പടവും വലിയ ഹൈപ്പ് പടങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മളൊരു ചെറിയ പടം ഈ സെക്കൻഡ് വീക്ക് പോയത് ഇതൊരു വലിയൊരു ഭാഗ്യവും നമ്മുടെ പടത്തിൻ്റെ ഒരു നന്മയും വിജയവുമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇനിയും അടുത്ത ആഴ്ചകളോ 25 ദിവസങ്ങളോ അങ്ങനെ ആഘോഷിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആർത്തിയുണ്ട്. നമസ്കാരം. ഞാൻ ഫസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫിലിം പോലീസ് ഡേ ആണ്. ഡയറക്ടർ സന്തോഷ് മോഹൻ എൻ്റെ അച്ഛനാണ്. എനിക്ക് ആദ്യമായിട്ട് അച്ഛൻ ഈ സിനിമയെ പറ്റി പറയുമ്പോഴത്തേക്കും എനിക്ക് സിനിമയെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ ഷൂട്ടിംഗ് തുടങ്ങി, ഷൂട്ടൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് സെറ്റിൽ എങ്ങനെയാണ് കാര്യങ്ങളതൊക്കെ മനസ്സിലാവുന്നത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സെറ്റില് ഒരുപാട് മറക്കാൻ പറ്റുന്ന ഒത്തിരി ഓർമ്മകൾ സമ്മാനിച്ചു. പിന്നെ സിനിമ എന്ന് പറയുന്നത് അച്ഛൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അച്ഛൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, തുഷാർ എന്നാണ് എൻ്റെ പേര്.
പോലീസ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള സിനിമയാണ്. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചൊരു സിനിമയാണ്. അച്ഛന്റെ ആദ്യ ഒരു സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം സഫലീകരിച്ചൊരു സിനിമയാണ് പോലീസ് ഡേ എന്ന് പറഞ്ഞാൽ. ഒത്തിരി അറ്റാച്ച്മെന്റ് ഉണ്ട് ഇതിനോട്. വളരെ നല്ലൊരു ഫാമിലി എന്റർടൈനർ ആണ്, ത്രില്ലർ ആണ്. ടിനി ടോം അങ്കിളാണ് ഒരു ഹീറോ ആയിട്ട് വരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട സിനിമ. പിന്നെ പറയുകയാണെങ്കിൽ പാട്ട്, നെഞ്ചോറം എന്ന് പറഞ്ഞ പാട്ട്, വിജയ് യേശുദാസ് പാടിയ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എപ്പോഴും കേൾക്കുന്ന, എന്റെ പ്ലേലിസ്റ്റിൽ എപ്പോഴും ഫസ്റ്റ് കാണുന്ന ഒരു പാട്ടാണത്. പിന്നെ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. വളരെ നല്ലൊരു എന്റർടൈനർ ആയിരിക്കും നിങ്ങൾക്ക് ഇത്.